അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ചൂഷണത്തിനെതിരിൽ വന്നിട്ടുള്ള മതം, അതിന്റെ പേരിൽ ചൂഷണം നടക്കുന്ന കാലത്ത് ഈ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾക്കെതിരിൽ ഒരു ചർച്ച സംഘടിപ്പിക്കുക എന്നത് വളരെ ഉപകാരപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ ശ്രദ്ധിക്കുകയും ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തിലൂടെ അതുണ്ടാവുന്നത് ഏറെ ഉപകാരപ്പെടും എന്നാണ് എന്റെ അഭിപ്രായം. പ്രവാചകന്മാരൊക്കെ അവരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചൂഷണങ്ങളെയും അതുപോലെ തന്നെ തട്ടിപ്പുകളെയും തുറന്നു കാണിക്കുകയും ഈ ചൂഷണത്തിനെതിരിൽ നിലകൊള്ളാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മതത്തിന്റെ പേരിൽ നടക്കുന്ന ചൂഷണം. ധാരാളം ചൂഷണങ്ങൾ, ഇപ്പൊ സാമ്പത്തിക ചൂഷണം, അതുപോലെ പലതരത്തിലുള്ള ചൂഷണങ്ങളുമുണ്ട്. അതിൽ ഏറ്റവും വലിയ ചൂഷണം നാം മനസ്സിലാക്കുന്നത് വിശ്വാസത്തിന്റെ പേരിൽ, മതത്തിന്റെ പേരിൽ, ആത്മീയതയുടെ പേരിൽ, ദൈവത്തിന്റെ പേരിലൊക്കെ നടക്കുന്ന ചൂഷണമാണ്. ഇപ്പോ വിവാദമായിരിക്കുന്ന ഈ തിരുകേശ വിവാദം, അത് വളരെ നേരത്തെ തന്നെ അതൊരു ചൂഷണമാണ് എന്ന് തിരിച്ചറിഞ്ഞ ആളുകളാണ് നമ്മളെ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകൾ. കാരണം അത്തരത്തിൽ ഒരു വിഷയം ഉയർത്തിക്കൊണ്ടുവരികയും അങ്ങനെ ഒരു ദിവ്യത്വമുള്ള ഒരു വസ്തുവാണ് ഈ കേശം എന്ന് പ്രചരിപ്പിക്കുകയും ചെയ്തപ്പോഴേ അത് തട്ടിപ്പാണ്, അതിൽ യാതൊരു ദിവ്യത്വവുമില്ല, അങ്ങനെ മനുഷ്യൻ എന്തെങ്കിലും ചെയ്യണം, ആ വിധത്തിൽ ചെയ്യണം എന്ന് നമുക്ക് ഖുർആനിലോ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശത്തിലോ ഇല്ല എന്ന് വ്യക്തമായി കൊടുത്തതും നമ്മൾ തന്നെയാണ്. കുറച്ചു കാലം വൈകി എന്ന് മാത്രം. അപ്പൊ നമ്മളത് പറയുന്ന സമയത്ത് നമ്മൾ മാത്രമാണത് പറഞ്ഞത്. അപ്പോഴേക്ക് ഒരുപാട് ന്യായങ്ങളും ഒരുപാട് വ്യാഖ്യാനങ്ങളും ഒക്കെ പറഞ്ഞിട്ട് റസൂലുള്ളാഹിനെ സ്നേഹിക്കാത്തവരാണ്, അല്ലെ റസൂലിനോട് മഹബത്തില്ലാത്തവരാണെന്നൊക്കെ പറഞ്ഞു വരത്തുക ചെയ്തത്. ഇതിന്റെ പോയിന്റ് എന്താ വെച്ചാൽ, അഭൗതികമായ നിലക്ക് മനുഷ്യനെ സഹായിക്കാനോ അല്ലെ ഉപദ്രവിക്കാനോ കഴിയും എന്ന വിധത്തിൽ ഏതെങ്കിലും ഒരു വസ്തു, അത് എവിടെയുള്ളതാണെങ്കിലും അതെടുത്തിട്ട് അതിനെ ബഹുമാനിക്കുകയും അതിനെ ആ നിലക്ക് കാണുകയും ചെയ്യും. അത് തന്നെയാണല്ലോ ഒരു വസ്തുവിനെ ദൈവമാക്കുക എന്ന് പറയുന്നത്. അപ്പം വസ്തുക്കളെ അതിന് അഭൗതികമായ നിലക്ക്, അദൃശ്യമായ നിലക്ക്, അമാനുഷികമായ നിലക്ക് മനുഷ്യന് ഉപകാരം ഉണ്ടാക്കും, അല്ലെ മനുഷ്യന് ഉപദ്രവിക്കും. അതിനെ ഇത് കാണുക, അത് പ്രദർശിപ്പിക്കുക, അത് വെള്ളത്തിലിട്ട് കുടിക്കുക, അങ്ങനെ പോകുമ്പോഴേ വിശ്വാസരംഗത്ത് വമ്പിച്ച പാളിച്ചകളാണ് വരുന്നത്. മാത്രമല്ല നമുക്ക് കാണാൻ സാധിക്കും, ഇതൊക്കെ പറയുന്നത് ഇത്തരം കേന്ദ്രങ്ങളിലൊക്കെ ഒരു സാമ്പത്തിക ചൂഷണവും കൂടി ഉണ്ടാവും. ശരിക്കും ഇപ്പൊ അള്ളാഹുവിന്റെ ഭാഗത്തെടുക്കുന്ന ഒരു സ്ഥലത്ത് അള്ളാഹുവിന് പണം ആവശ്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു നമസ്കാരത്തിന് ഒരു വക്ത് അള്ളാഹ് സ്വീകരിക്കണ എത്ര റുപ്യ, അങ്ങനൊന്നുമില്ലല്ലോ. അത് ഇങ്ങനത്തെ തട്ടിപ്പ് നടക്കുന്ന സ്ഥലത്ത് നോക്കിയാൽ അറിയാം, അതിനൊക്കെ പണം ചോദിക്കുന്നുണ്ടാവും, സംഭാവന ഉണ്ടാവും. അതിന്റെ ഒരു രീതിയാണത്. അള്ളാഹുവിന്റെ നേർക്കേറുള്ള ഇബാദത്ത് അതിന് പണം കൊടുക്കണ്ട. എന്നാൽ ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ട് വേറെ പല വസ്തുക്കളെയും പ്രദർശിപ്പിച്ചും അത് തൊട്ടു തടവിയും ഒക്കെയുള്ള കാര്യങ്ങളിൽ പണം ചോദിക്കുന്നുണ്ടാവും. ഇപ്പോഴും ഈ വിവാദം ഇന്നത്തെ ഒരവസ്ഥയിൽ, കാരണം അത് കൊണ്ടുവന്ന നമ്മുടെ നാട്ടിലെ സമസ്തയിലെ ആളുകൾ ആദ്യം തന്നെ ഒരു വിഭാഗം അതിനെ എതിർത്തു. ഒരു വിഭാഗം അതിനെ എതിർക്കുമ്പോഴും അപ്പുറത്തൊരു ചൂഷണമുണ്ട്. ഇത് വ്യാജമാണ്, ഞങ്ങളുടെ കയ്യിലുള്ളതാണ് ശരി എന്നേ അന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോഴെത്തിയിരിക്കുന്നത് ഇത് കൊണ്ടുവന്ന വിഭാഗത്തിൽ തന്നെ ആ മുടി വ്യാജമാണെന്നും അത് കള്ളത്തരത്തിൽ സനതുണ്ടാക്കിയതാണെന്നും അത് ഇതിന്റെ പേരിൽ ആത്മീയ കച്ചവടം നടത്തുന്ന ഒരാൾ ബോംബെയിലോ മറ്റുള്ള ആൾ കൊടുത്താണെന്നും അതിന്റെ ഉള്ളിൽ തന്നെയുള്ള ആളുകൾ പുറത്തു പറഞ്ഞു എന്നത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, എല്ലാ ആളുകളെയും എല്ലാ കാലവും തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല. കുറച്ചാളുകളെ കുറച്ചു കാലം, കുറെ ആളുകളെ കുറച്ചു കാലം, അല്ലെങ്കിൽ കുറെ കാലം കുറച്ചാളുകളെ, ഇങ്ങനെയുണ്ടാവുള്ളൂ. എല്ലാ ആളുകളെയും എല്ലാ കാലത്തും തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളത് സാധിക്കില്ല. ഇന്നല്ലെങ്കിൽ നാളെ, അങ്ങനെയാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം വെളിച്ചത്ത് വരുന്നത്. ഇത് വളരെ സന്തോഷകരമായ ഒരവസ്ഥയാണ്. കാരണം ഉള്ളുകള്ളികൾ പലതും ഈ ആത്മീയ കേന്ദ്രങ്ങളുണ്ട്. അത് മുസ്ലിങ്ങൾക്കിടയിൽ മാത്രമല്ല, ഈ ആത്മീയ കേന്ദ്രങ്ങൾ ഉണ്ടാക്കുന്നവര്, ആത്മീയ ചൂഷണം നടത്തുന്നവര്, സിദ്ധിയുടെയും ദിവ്യത്വത്തിന്റെയും പേരിൽ രംഗത്ത് വരുന്ന ആളുകൾ, ഇവർക്കൊക്കെ ഒരു ഏജൻസി വലയം ഉണ്ടാവും. ആ ഒരു ഏജൻസി വലയമാണ് ഇതിന് പബ്ലിസിറ്റി കൊടുക്കുന്നതും അവിടേക്ക് വരുന്നത്. ഈ തെരുവിലൊക്കെ ചില സാധനങ്ങൾ വിൽക്കുന്ന ആളുകളുണ്ടല്ലോ, ചില കാര്യങ്ങളൊക്കെ, അതിന് അവരെന്നാണ് പറയുന്നത്, അവരുടെ ആളുകൾ തന്നെയാണ് ആ സാധനം വാങ്ങുന്നത്, അവരുടെ ആളുകൾ തന്നെയാണ് അതിന്റെ ഗുണം പറയുന്നത്.
അല്ലേ ചില ചികിത്സയെ കുറിച്ചൊക്കെ ചില ചാനലുകളിലൊക്കെ വരുന്നുണ്ടല്ലോ, അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു ഇവിടെ വന്ന് പറഞ്ഞപ്പോ അപ്പോഴേക്കതെ ഇതൊക്കെ അതിന്റെ ഒരു ഏജൻസി വലയം തന്നെയാണ്. അപ്പൊ ആ നിലയിൽ ഇതിനും ഒരു വലിയ ഏജൻസി വലയം അവർ ഉണ്ടാക്കിയെടുത്ത് അത് പ്രൊമോട്ട് ചെയ്ത് അത് വലുതാക്കി അതിനെ എതിർക്കുന്ന ആളുകൾ റസൂലിനെ സ്നേഹമില്ലാത്തവരാണെന്ന് പറഞ്ഞു വരത്തി. പക്ഷെ അധികം കാലം കഴിഞ്ഞില്ലല്ലോ, ഏതാനും മാസങ്ങൾ കൊണ്ട് തന്നെ പടച്ചോൻ അതിന്റെ യാഥാർത്ഥ്യം പുറത്ത് കാണിച്ച് തന്നു. അത് ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിലും ഈ മതം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഇസ്ലാം എന്ന് പറയുന്നത് ഇങ്ങനെ ചില ദിവ്യത്വം ചില ആത്മീയത അതിന്റെ മുകളിലല്ലല്ലോ. അത് വിശ്വാസത്തിന്റെയും പ്രമാണങ്ങളുടെയും വളരെ ശാസ്ത്രീയമായ ഒരു സമീപനത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാം ദീൻ നിലകൊള്ളുന്നത്. ഖുർആനിൽ വിശ്വാസ കാര്യങ്ങളൊക്കെ സ്വീകരിക്കണമെങ്കിൽ എന്തെല്ലാം അടിസ്ഥാനങ്ങളുണ്ട്, ഇതിനൊക്കെ കുറെ പ്രമാണ നിബന്ധന ഉള്ള സംഗതികളാണിത്. അപ്പൊ ആ നിലയിൽ ഇത്തരം ചൂഷണങ്ങൾ വരുമ്പോൾ അത് ചൂഷണമാണെന്ന് നമ്മൾ ആദ്യം പറയേണ്ടതാണ്. നമ്മളത് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെല്ലാം വരാനിരിക്കുന്നു, എന്തെല്ലാം പല സ്ഥലങ്ങളിൽ നടക്കുന്നു. നിങ്ങൾ നോക്കൂ, ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഏറെക്കുറെ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഒക്കെ ഒരു വലിയ സ്വാധീനം ഉള്ളത് കൊണ്ട് നേർക്ക് നേരെ ഈ ഭൗതിക സാധനങ്ങളുടെ മുമ്പിൽ കുമ്പിടാത്ത ഒരവസ്ഥയിൽ നിലനിൽക്കുന്നുണ്ട്. കേരളത്തിന് പുറത്തു പോയാൽ എന്തെല്ലാം കാണുന്നത്, യഥാർത്ഥത്തിൽ എല്ലാവരും യഥാർത്ഥ ശിർക്കാണ്, ബഹുദൈവ വിശ്വാസമാണ്, ആരാധനയാണ് എന്ന് പറയുന്ന വിധത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നിസ്കാരമോ നോമ്പോ ഇബാദത്തുകളോ പോലും ഇല്ലാത്ത ആളുകളെ ദിവ്യന്മാരാക്കുകയും അവർ ഔലിയാക്കന്മാരാന്ന് പറയുകയും അവരിൽ നിന്ന് പുണ്യം സ്വീകരിക്കുകയും എന്നിട്ട് അങ്ങനെ മതം അതാണെന്ന് പറയും. മൊത്തത്തിൽ ഇസ്ലാമിനെ തന്നെ വികൃതമാക്കുന്ന ഒരു ഏർപ്പാടാണിത്. ഇപ്പൊ നോക്കൂ, കഴിഞ്ഞ തവണ ഇത് പ്രചരിപ്പിക്കുന്നപ്പോ കാന്തപുരത്തിന്റെ ഒരു പ്രസംഗത്തിലുണ്ട്, ഇത്തവണ നമ്മൾ കൊടുക്കുന്ന വെള്ളത്തിന്റെ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. അത് മദീനത്ത് റസൂലുള്ളാഹിന്റെ ഖബറിന്റെ മുകളിൽ വരുന്ന പൊടികളൊക്കെ അത് തുടച്ചെടുത്തിട്ടുള്ള അതും കൂടി കിട്ടിയ പുണ്യജലമാണ് ഇതെന്നൊക്കെ. ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഇപ്പൊ റസൂലുള്ളാഹിന്റെ കാലത്തും പിന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ലല്ലോ, ഇല്ലല്ലോ. അതുപോലെ റസൂലുള്ള മരിച്ച ശേഷം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാലത്ത് സഹാബിമാരെങ്ങനെ ചെയ്തില്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ മുകളിലുള്ള ആ പൊടി അടിച്ചെടുക്കുക, എന്നിട്ട് അത് വെള്ളത്തിലിടുക, എന്നിട്ട് അതിന് പബ്ലിസിറ്റി കൊടുക്കുക, അതിന് പ്രചാരം കൊടുക്കുക, നേർക്ക് നേരെ. ഇപ്പൊ ഇത് ചെയ്യുന്ന ഈ സമസ്തയിലെ ആളുകൾ തന്നെ അങ്ങനെ ഒരു ചിന്ത വരണം. ആരെന്ത് പറയുന്നു എന്നുള്ളതല്ലല്ലോ, അവർ ചോദിക്കണ്ടേ, അവരുടെ ഉലമാക്കളോട് ചോദിക്കണ്ടേ, അവരുടെ ഗ്രന്ഥങ്ങൾ നോക്കണ്ടേ. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടിട്ട് ഇപ്പൊ ആദ്യത്തെ നൂറ്റാണ്ട് എന്ന് പറയുന്ന 3 തലമുറയില്ലേ, 3 നൂറ്റാണ്ട് അന്ന് എന്തെങ്കിലും ഇങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ മുകളിൽ ഇങ്ങനെ പൊടിയിടുക, എന്നിട്ട് ആ പൊടി കൊണ്ടുപോയിട്ട് ഇങ്ങനെ മുടിയിട്ട വെള്ളത്തിലാക്കുക, എന്നിട്ട് അതിൽ കുറച്ച് സംസം വെള്ളം ഒഴിക്കുക, എന്നിട്ട് അതിന് ആളുകൾ വരി നിർത്തുക. ഇതൊന്നും ദീനല്ല എന്നുള്ളത് സ്വന്തം ആളുകളോട് ഉലമാക്കളോട് ചോദിച്ചാൽ മനസ്സിലാവും. അത് പറയാൻ കഴിയാത്ത വിധത്തിൽ ഒരു ശക്തി വലയം ഉണ്ടാക്കിയെടുത്ത് കുറച്ചു കാലം കൊണ്ട് നടന്നതാണ്. ഇപ്പൊ അത് സ്വന്തം അഭിപ്രായം പറയാൻ ആളുകൾക്ക് ധൈര്യം വെച്ച് വരുമ്പോഴും ഇതിന് പുറകിൽ തട്ടിപ്പുണ്ടെന്ന് മനസ്സിലാവുമ്പോഴും അത് പുറത്തു വരും. അത് ഇനി ആ അർത്ഥത്തിലല്ലെങ്കിലും ഈ തട്ടിപ്പ് നടത്തുന്ന ആളുകളൊക്കെ തന്നെ തട്ടിപ്പ് സംഗമങ്ങൾ ആ നിലയിൽ അത് പറയേണ്ട ഒരവസ്ഥ ഉണ്ടായിത്തീരും. അപ്പൊ എനിക്കിതിൽ നല്ല സന്തോഷമുണ്ട്. കാരണം ആത്മാർത്ഥമായിട്ട് ഇതിന്റെ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യണം. അതിന്റെ അവസാനം വരെ നമ്മൾ പരിശോധന നടത്തണം. ഇതിലൊക്കെ ഒരു നിഷ്പക്ഷത വേണം. നിഷ്പക്ഷത എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ഈമാനിന്റെയും അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെയും അടിസ്ഥാനത്തിൽ ആരും ആരോടും വാശി തീർക്കാനോ ആരെയെങ്കിലും അടിച്ചു നിർത്താനോ ആർക്കെങ്കിലും എന്തെങ്കിലും ഹൈറ് വരുന്നത് തടയാനോ അല്ല. ഇത് ദീൻ നിലനിൽക്കണമല്ലോ, നമ്മുടെ വിശ്വാസം, നമ്മുടെ അഖീദ. അത് നോക്കുമ്പോ ഇത് കൊണ്ടുവരുന്ന വരെയുള്ള ഈ കാലഘട്ടങ്ങളിൽ ദീൻ പഠിച്ച ആളുകൾ അവർക്ക് ഈമാനും ഇസ്ലാമും ഇഹ്സാനും കാര്യങ്ങളൊക്കെ അവരും പഠിച്ചിട്ടുണ്ടല്ലോ. അതിലെവിടെയും തന്നെ ഇങ്ങനെ ഒരു സമ്പ്രദായമില്ലല്ലോ. അപ്പൊ പുതിയ പുതിയ സമ്പ്രദായങ്ങൾ ദീനിന്റെ പേരിൽ, പടച്ചവന്റെ പേരിൽ, ഇസ്ലാമിന്റെ പേരിൽ കൊണ്ടുവരിക, അത് വളരെ പിഴച്ച വിശ്വാസമാവുക. ആരും ഇസ്ലാം അല്ലാത്ത കാര്യങ്ങളും മനസ്സിലാവാതെ പുണ്യമരങ്ങളും പുണ്യ സ്ഥലങ്ങളും പുണ്യ മണ്ണുകളും പുണ്യപുഷ്പങ്ങളും ഒക്കെ ഉണ്ടാകുന്ന മാതിരി ഇങ്ങനെ ഓരോന്ന് വരികയാണ്. അപ്പൊ പിന്നെ ഇത് പോയില്ലേ, അള്ളാഹുവിനോട് മാത്രം ചോദിക്കുക, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക, അഭൗതികമായിട്ടുള്ള എല്ലാ സഹായങ്ങളും അള്ളാഹുവിൽ നിന്ന് സ്വീകരിക്കുന്നു എന്നല്ലെങ്കിൽ കിട്ടുന്നു വിശ്വസിക്കുക. അതാണ് തൗഹീദ്. ആ തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ അത് നിലനിർത്തി കൊണ്ടുപോകുന്നതിനുള്ള ശ്രമം ഉണ്ടാകണം. ഏതായാലും ഇപ്പോൾ ഈ സത്യം പുറത്ത് പറഞ്ഞ ആളുകളെ അതിന്റെ പേരിൽ നമ്മൾ അഭിനന്ദിക്കുകയും ഇനിയും അത്തരത്തിലുള്ള തട്ടിപ്പുകളെ പുറത്ത് കൊണ്ടുവരണം, അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണമെന്ന് പറയുകയും ചെയ്യുകയാണ്. ഏതായാലും അള്ളാഹു ഈ ചർച്ച വിജയിപ്പിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അസ്സലാമു